കൂട്ടുകാരെ, ഭക്തരെ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മത്സ്യാവതാരം. ഈ കഥ കേട്ടാലോ? അതിഭയങ്കരമായ ഒരു യുദ്ധമായിരുന്നു ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ. എലികളെ പോലെ ഒളിച്ചു കഴിയുന്ന അസുരന്മാരെ മുഴുവൻ യമപുരിയിലേക്ക് അയക്കുവാനാണ് ദേവസൈന്യം ദുന്ദുഭിയും ഭേരിയും മുഴക്കി പുറപ്പെട്ടത്. വിജയപ്രതീക്ഷ കൊണ്ട് മതം പൊട്ടിയ ദേവന്മാർ ഇപ്പോൾ പരാജയത്തിൻ്റെ കയ്പുനീർ നുണയുകയാണ്. അതും ഒരു സ്ത്രീയുടെ ശക്തി കൊണ്ട്. ശിരസ്സുകൾ പൊട്ടിത്തെറിച്ച് ആർത്തനാദത്തോടെ നിലം പതിക്കുന്ന ദേവന്മാരെ കണ്ട് മഹാവിഷ്ണു ദുഃഖിതനായി. ഇവരുടെ ഞെരുക്കങ്ങളിൽ തനിക്കു നേരെയുള്ള ശാപവചനങ്ങളില്ലേ? ഒരു സ്ത്രീയുടെ പ്രതിരോധത്തിന് മുന്നിൽ ജഗത് കാരണനായ മഹാവിഷ്ണു പരാജയപ്പെടുകയോ? ഭഗവാൻ തൻ്റെ ചക്രായുധത്തെ ധ്യാനിച്ചു. സൂര്യ തേജസ്സോടെ ചക്രായുധം ഭഗവാന്റെ ചൂണ്ടാണി വിരലിൽ പ്രത്യക്ഷപ്പെട്ടു. സുദർശനം ശത്രുവിൻ്റെ തലയറുത്തു. ആദ്യത്തെ സ്ത്രീവധം. ഇത് കണ്ട് ഈരേഴു ലോകവും നടുങ്ങി. വെറുമൊരു സ്ത്രീയല്ല, ശുക്രാചാര്യരുടെ വൃദ്ധമാതാവ്. മകൻ്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കുക മാത്രമാണ് ആ അമ്മ ചെയ്തത്. ആയുധം കൊണ്ടല്ല, തപോബലം കൊണ്ട്. ഭഗവാന്റെ സുദർശനം പോലെ തന്നെ ഒരു താപസികയെ തേടി വരുമെന്ന് ആ അമ്മ കരുതിയതേയില്ല. ആശ്രമത്തിലുണ്ടായിരുന്ന ഭൃഗു മഹർഷി ഈ അറുങ്കൊല കണ്ട് കോപാക്രാന്തനായി. മഹാവിഷ്ണു ഭൂമിയിൽ വന്ന് അവതാരങ്ങൾ എടുക്കട്ടെ എന്ന് ശപിച്ചു. ശാപം ഫലിച്ചു. ഭഗവാൻ പല അവതാരങ്ങളും എടുത്തു. ആദ്യ അവതാരം മത്സ്യമായി. ഓരോ അവതാരവും ദുഷ്ടസംഹാരത്തിനും ശിഷ്ടരക്ഷയുമാണ്. ധർമ്മസംസ്ഥാപനത്തിനു വേണ്ടി ദുഷ്ടശക്തികളെ നിഗ്രഹിക്കേണ്ടി വന്നു. അതിനു പിന്നിൽ തുടക്കത്തിൽ നടന്ന സ്ത്രീവധ ശാപവും ഉണ്ടായിരുന്നു. കോപവും വധവും പോലെ അഹങ്കാരവും ഈശ്വരന്മാരിൽ നിന്നും തുടങ്ങുന്നു. ത്രിമൂർത്തികൾ ഏകമായ പരബ്രഹ്മത്തിൻ്റെ 3 ഭാവങ്ങളാണ്. എങ്കിലും ആരാണ് വലിയവൻ എന്ന് നിരന്തരം തർക്കിച്ചിരുന്നു. ഒരിക്കൽ ബ്രഹ്മാവ് വിഷ്ണുവുമായി കലഹിച്ചു. അപ്പോൾ അവരുടെ ഇടയിൽ അനന്തമായ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. ഇതിൻ്റെ അറ്റം ആദ്യം കണ്ടുപിടിക്കുന്ന അയാൾ ലോകനാഥൻ എന്ന അശരീരിയുണ്ടായി. ശിവലിംഗത്തിൻ്റെ അറ്റം കണ്ടെത്താനായി വിഷ്ണു താഴേക്കും ബ്രഹ്മാവ് മുകളിലേക്കും പോയി. ബ്രഹ്മദേവൻ്റെ അഹന്തയ്ക്കുള്ള ശിക്ഷ കൂടിയായിരുന്നു ഇത്. മുകളിലേക്ക് പോവുക ബ്രഹ്മാവിന് താഴേക്ക് പതിക്കുന്ന ഒരു കൈതപ്പൂവിതൾ കിട്ടി. യാത്ര മതിയാക്കി ബ്രഹ്മദേവൻ വിഷ്ണുവിൻ്റെ അടുത്തെത്തി. ഞാൻ വിജയിച്ചിരിക്കുന്നു, ഞാനാണ് ലോകനാഥൻ. ഈ വാക്കുകൾ വിഷ്ണു ഭഗവാൻ വിശ്വസിച്ചില്ല. അദ്ദേഹം ശിവനെ ധ്യാനിച്ചു. ഉടൻ ശിവൻ പ്രത്യക്ഷനായി. നുണ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ഒരു തല നുള്ളിയെടുത്തു. ഇങ്ങനെ നുള്ളിയെടുത്ത തലയോടാണ് പിന്നീട് തൻ്റെ ഭിക്ഷാപാത്രമായി ഉപയോഗിച്ചത്. 4 തലകളിൽ ഒരു തല പോയ ബ്രഹ്മാവിന് അധികം താമസിയാതെ കൈതപ്പൂവിൻ്റെ ഗതി വന്നു. ആരും ഇനിമേൽ പൂജിക്കാതെ പോകട്ടെ എന്ന കൈതപ്പൂ പൂജാപുഷ്പങ്ങളുടെ ഇടയിൽ നിന്നും പുറത്തായി. ത്രേതായുഗത്തിൽ രാവണന് അസ്ത്രം നൽകി അനുഗ്രഹിച്ചും മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന നാമം നൽകിയും ബ്രഹ്മാവ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇതുകൊണ്ട് ബ്രഹ്മദേവൻ നിസ്സാരനോ കുഴപ്പക്കാരനോ അല്ല, ജഗത്തിൻ്റെ നിർമ്മാണ കർത്താവാണ് അദ്ദേഹം. വേദങ്ങളെ രചിച്ചതും ബ്രഹ്മാവ് തന്നെയെന്നും പറയപ്പെടുന്നു. വേദങ്ങളെ 4ആയി വിഭജിക്കുക മാത്രമാണ് ദ്വാപരയുഗത്തിൽ ജനിച്ച വ്യാസമുനി ചെയ്തത് എന്ന് പുരാണങ്ങൾ പറയുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മൂലഗ്രന്ഥമായി ബ്രഹ്മാവ് കരുതിവെച്ച വേദങ്ങൾ ഒരിക്കൽ മോഷ്ടിക്കപ്പെട്ടു. ഹയഗ്രീവൻ എന്ന അസുര രാജാവ് ബ്രഹ്മാവിൻ്റെ കൈകളിൽ നിന്നും വേദങ്ങൾ അപഹരിച്ചു കടന്നു. ദേവകളെ കീഴടക്കി ലോകവിജയം വരിക്കുന്നതിന് അതിഭയങ്കരമായ തപസ്സിലൂടെ നേടിയ അത്ഭുത ശക്തിയുമായി വന്നാണ് ഹയഗ്രീവൻ ബ്രഹ്മാവിനെ വിഡ്ഢിയാക്കിയത്. അയാൾ അപഹരിച്ച വേദങ്ങളുമായി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചിരിക്കുകയും ചെയ്തു. ഇതോടെ അറിവിൻ്റെ വെളിച്ചം അസ്തമിക്കുകയും യാഗകർമ്മങ്ങളും ബ്രഹ്മസൃഷ്ടികൾ പോലും മുടങ്ങുകയും ചെയ്തു. പ്രപഞ്ചത്തിൻ്റെ താളം നിലച്ചതോടെ ദേവകളും മുനികളും അങ്കലാപ്പിലായി. അവർ കൂട്ടമായി മഹാവിഷ്ണുവിൻ്റെ തിരുമുമ്പിലെത്തി. എന്നാൽ ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു. ഭഗവാന് യോഗനിദ്രയിൽ നിന്നുണർത്തി വിവരം ധരിപ്പിക്കുവാൻ ബ്രഹ്മാവും ശിവനും അവരെ ഉപദേശിച്ചു. തിരുവരങ്ങത്തെ പാണനാർ.
നാരദ മഹർഷി ഭഗവാന്റെ നാമകീർത്തനങ്ങൾ പാടി സുദീർഘമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ മഹാവിഷ്ണു തൻ്റെ യോഗനിദ്ര വിട്ടുണർന്നു. വേദങ്ങൾ ഹയഗ്രീവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ കഥ കേട്ട് ഭഗവാൻ മത്സ്യമായി അവതരിച്ചു. മുനിദേവാദികളോട് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ മത്സ്യാവതാരമെടുത്തു. തൻ്റെ ഭക്തപ്രിയനായിരുന്ന സത്യവ്രതമനു ബദരീ നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈക്കുമ്പിളിൽ കോരിയെടുത്ത വെള്ളത്തിൽ ഒരു ചെറുമത്സ്യം കുടുങ്ങി. തനിക്ക് വലിയ മത്സ്യങ്ങളെ ഭയമാണെന്നും അതിനാൽ തന്നെ ആ നദിയിൽ ഉപേക്ഷിക്കരുതെന്നും ആ മത്സ്യം കേണപേക്ഷിച്ചു. ഇത് കേട്ട് രാജാവ് ആ മത്സ്യത്തെ തൻ്റെ കമണ്ടലുവിൽ ഇട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാജാവ് ആ മത്സ്യത്തെ കണ്ട് ഞെട്ടിപ്പോയി. ഒരു ദിവസം കൊണ്ട് ചെറുമത്സ്യം വലിയ മത്സ്യമായി തീർന്നിരിക്കുന്നു. ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ആ മത്സ്യത്തെ രാജാവ് കുളത്തിലും പിന്നീട് തടാകത്തിലും അവിടെ കിടക്കാനാവാതെ വന്നപ്പോൾ സമുദ്രത്തിലേക്കും മാറ്റി. ഇതിൽ നിന്നും സത്യവ്രതമനു രാജാവിനു ആ മത്സ്യം സാധാരണ മത്സ്യമെന്നും മഹാവിഷ്ണു തന്നെയാണെന്നും മനസ്സിലായി. മഹാവിഷ്ണുവിൻ്റെ അരുളപ്പാടനുസരിച്ച് ഭൂമിയിൽ മഹാപ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ സത്യവ്രതമനു പേടകത്തിൽ കയറി രക്ഷപ്പെട്ടു. സഹായിക്കാൻ വാസുകിയെയും സപ്തർഷികളെയും ഭഗവാൻ അയച്ചിരുന്നു. മഹാപ്രളയത്തിൻ്റെ അലതല്ലലിൽ സമുദ്രം ഇളകി മറഞ്ഞു. ഭീമാകാരമായ ആ മത്സ്യം ആഴിയുടെ അഗാധതയിലേക്ക് ഊളിയിട്ടു. അടിത്തട്ടിൽ വേദങ്ങളുമായി ഒളിച്ചിരുന്ന അസുരരാജാവായ ഹയഗ്രീവനെ മത്സ്യാവതാരം കണ്ടെത്തി. കടലിൻ്റെ അടിയിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു. ഒടുവിൽ അസുരരാജാവായ ഹയഗ്രീവനെ വധിച്ചു മത്സ്യാവതാരം വേദങ്ങളെ വീണ്ടെടുത്തു. ആഴിയുടെ മുകൾപ്പരപ്പിലേക്ക് വന്ന ജഗത്കാരണനായ ഭഗവാന്റെ അപദാനങ്ങൾ വാഴ്ത്തി മുനിദേവജനം ഭഗവാനെ സ്വാഗതം ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിന് വീണ്ടും വേദങ്ങൾ ലഭിക്കുകയും അദ്ദേഹം സൃഷ്ടികർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്തു. പ്രളയത്തിനു ശേഷം മനുവും സപ്തർഷികളും ഓരോ ജോഡി ജീവജാലങ്ങളും ഭൂമിയിൽ അവശേഷിച്ചു. മത്സ്യാവതാര ലക്ഷ്യം പൂർണ്ണമായതോടെ ഭഗവാൻ വീണ്ടും മൂലരൂപത്തിൽ ലയിക്കുകയും അനന്തിൻ്റെ പുറത്ത് യോഗനിദ്രയിലാവുകയും ചെയ്തു. ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് അമർത്തണേ. അടുത്ത വീഡിയോയുമായി അടുത്തു തന്നെ വരാം.